വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. 3-ാം ദിവസം ഗലീലായിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശു തമ്പുരാൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു തമ്പുരാൻ അവളോട് ചോദിച്ചു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവീൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവീൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരനെടുത്ത് കൊണ്ടു ചെല്ലുവീൻ എന്ന് അവർ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ച് കഴിയുമ്പോൾ താഴ്ന്ന തരവും. നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശുതമ്പുരാൻ തന്നെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലായിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. മിശിഹായിൽ ഏറ്റവും പ്രിയമുള്ളവരെ, നാം സഭാവത്സരത്തിലെ ഒരു പുതിയ കാലത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് പോവുകയാണ്. നോമ്പ് കാലം. നമുക്കറിയാം, സഭയുടെ ഏറ്റവും അനുഗ്രഹീതമായ കാലങ്ങളിൽ ഒന്നാണ് നോമ്പ് കാലം. വിളവെടുപ്പിൻ്റെ കാലം അല്ലെങ്കിൽ കൊയ്ത്ത് കാലം എന്നതിനെ നമുക്കൊന്ന് വിശേഷിപ്പിക്കാം. ധാരാളം അനുഗ്രഹങ്ങൾ, ധാരാളം നന്മകൾ സഭയ്ക്കും ദൈവമക്കൾക്കും ലഭ്യമാകുന്ന ഒരു കാലയളവാണ് ഇത്. ഏതാണ്ട് 114 ദിവസങ്ങളോളം നമുക്ക് നൊയമ്പ് ദിവസങ്ങളാണ്. 3 നൊയമ്പ്, 8 നൊയമ്പ്, 13 നൊയമ്പ്, 15 നൊയമ്പ്, 25 നൊയമ്പ്, 50 നൊയമ്പ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നൊയമ്പാണ് 50 നൊയമ്പ്. കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും സ്വർഗീയ രഹസ്യങ്ങൾ ധ്യാനിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളാണ്. നൊയമ്പ് കാലം പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും കാലമാണ്. നൊയമ്പ് കാലം അനുതാപത്തിൻ്റെ കാലമാണ്. നോമ്പ് കാലം മാനസാന്തരത്തിൻ്റെ കാലമാണ്. നോമ്പ് കാലം മനുഷ്യൻ്റെ കുറവുകളെ കണ്ടുപിടിക്കുവാനും കുറവുകളെ നിറവുകളാക്കുവാനും ഉള്ള നല്ല കാലമാണ്. അതുകൊണ്ട് ദൈവമക്കൾ, സഭാമക്കൾ വളരെ ഗൗരവത്തോടെ എടുക്കണം. സഭയിൽ ഒരുപാട് ലാഘവത്വം നൊയമ്പ് കാലങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. അനേക ദൈവമക്കൾ നൊയമ്പുകൾ നോക്കാറില്ല. വളരെ ചുരുക്കം മക്കൾ മാത്രമേ ഗൗരവത്തോടെ വിശുദ്ധിയോടെ നോമ്പ് ആചരിക്കാറുള്ളൂ. ധാരാളം പ്രാർത്ഥനയുടെ സമയമാണ്. നൊയമ്പിന് പ്രത്യേകമായി സഭാപിതാക്കന്മാർ നമുക്ക് നൽകിയിരിക്കുന്ന പ്രാർത്ഥനകളുണ്ട്. എല്ലാ യാമങ്ങളിലുമുള്ള പ്രാർത്ഥനകളുണ്ട്. അനുതാപ പ്രവൃത്തികളുണ്ട്, പരിത്യാഗ പ്രവൃത്തികളുണ്ട്, പുണ്യപ്രവൃത്തികളുണ്ട്. അങ്ങനെ വിശുദ്ധീകരണം പ്രാപിക്കുവാൻ പറ്റിയ ഏറ്റവും നല്ല കാലം. കുദാശകളെ, വിശുദ്ധ കുമ്പസാരത്തെയും വിശുദ്ധ കുർബാനയും ഏറ്റവും യോഗ്യമായ രീതിയിൽ അനുവർത്തിക്കുവാന്, സ്വീകരിക്കുവാന്, സ്വന്തമാക്കുവാനുള്ള സമയമാണ്. 50 ദിവസങ്ങളും ദേവാലയത്തിൽ പോകുവാനും പ്രാർത്ഥനയിൽ സംബന്ധിക്കുവാനും വിശുദ്ധ കുമ്പസാരം നിർത്തി യോഗ്യതയോടെ വിശ്രമാന എല്ലാ ദിവസവും സ്വീകരിക്കുവാനും ദൈവമക്കൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേക കാലയളവാണ് ഈ നൊയമ്പ് കാലം. സഭ നമുക്ക് നൽകിയിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 11 തിരുവചനങ്ങളാണ്. കുത്തിനെ ഞായർ എന്ന് പറയും, കാനായിലെ കല്യാണം. പലപ്പോഴും നമുക്ക് തോന്നും, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സുവിശേഷ ഭാഗം ഈ നൊയമ്പ് കാലത്ത് നമുക്ക് സഭാപിതാക്കന്മാർ കൽപ്പിച്ച് നൽകിയിരിക്കുന്നത്. എന്നാൽ ഈ സുവിശേഷങ്ങളിൽ ഏറ്റവും
നൊയമ്പ് കാലത്ത് പറ്റിയൊരു സുവിശേഷ ഭാഗമാണ്. എങ്ങനെ നാം നൊയമ്പ് നോക്കണം, എന്തായിരിക്കണം നൊയമ്പിൻ്റെ നമ്മുടെ മനോഭാവം എന്ന് വളരെ കൃത്യമായിട്ട് ഈ സുവിശേഷ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നു. ഏതാണ്ട് ഒരു 5 ചിന്തകളിലൂടെ നമുക്ക് കടന്നു പോകാൻ സാധിക്കും. ഒന്നാമതായി ഈ കനായിലെ കല്യാണത്തിൽ പറയുന്ന ഒരു കാര്യം, പരിശുദ്ധ അമ്മ ആ വീട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇത് നമ്മുടെ നൊയമ്പ് കാലത്ത് നമുക്ക് സ്വീകരിക്കാവുന്ന ഒരു മാർഗമാണ്. നൊയമ്പ് കാലം പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ, പരിശുദ്ധ അമ്മ ദൈവത്തെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുവാൻ, പരിശുദ്ധ അമ്മയോടൊത്ത് ദൈവത്തിന്റെ സമൃദ്ധിക്കായി ജീവിക്കുവാൻ പറ്റിയ ഒരു സമയമാണ്. അമ്മ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം, സന്തത സഹചാരിയായി ഉണ്ടായിരിക്കണം. അമ്മയുടെ ഒരു മനോഭാവം ഈ നൊയമ്പ് കാലത്ത് നമുക്ക് ആർജിച്ചെടുക്കുവാനായിട്ട് സാധിക്കണം. രണ്ടാമതായി സുവിശേഷ ഭാഗം പറയുന്നത്, യേശു ശിഷ്യന്മാരും ഈ വിവാഹത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടവരായിരുന്നു. ഈ നൊയമ്പ് കാലം അപ്പസ്തലന്മാരോട് ചേർന്ന് കർത്താവിനെ വിളിച്ചു വരുത്തേണ്ട സമയമാണ്. നമുക്കറിയാം, കർത്താവും ശിഷ്യന്മാരും കൂടി തടാകത്തിലൂടെ യാത്ര ചെയ്യുന്നൊരു സന്ദർഭമുണ്ട്. വലിയ കാറ്റും കോളും ഉണ്ടാകുന്ന സന്ദർഭമുണ്ട്. കർത്താവ് സുഖമായി അമരത്ത് കിടന്ന് ഉറങ്ങുകയാണ്. മിടുമിടക്കന്മാരെ അപ്പസ്തലന്മാർക്ക് ഒന്നും ചെയ്യാനൊക്കാത്തൊരവസരം വരും. വള്ളം മറിയുന്നൊരവസരം വരും. അപ്പോഴോട് ഓടിച്ചെന്ന് കർത്താവിനെ തട്ടിമുർത്തി ചോദിക്കും, കർത്താവേ, ഞങ്ങളിതാ നശിക്കാൻ പോകുന്നു. അവൻ ചാടി എഴുന്നേറ്റ് ഉണർന്നെഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിക്കുന്ന ഒരു സംഭവം നമുക്കറിയാം. ഇത് കർത്താവിന് ഈ സംഭവം നേരത്തെ അറിയാമോ? തീർച്ചയായിട്ടും അറിയാമായിരുന്നു. ശിഷ്യന്മാർ എത്ര പ്രഗത്ഭന്മാരായിരുന്നു എന്നുള്ളതും കർത്താവിന് അറിയാം. പക്ഷേ ഇത്ര വലിയ കാറ്റും കോളും ഉണ്ടായപ്പോൾ അതിനെ നിയന്ത്രിക്കുവാൻ അവർക്ക് സാധിച്ചില്ല. കർത്താവിനെ വിളിച്ചുണർത്തണം. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. കർത്താവ് നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധാലുവാണ്. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കാൻ തയ്യാറാണ്. കർത്താവ് നമ്മളെ സഹായിക്കാൻ തയ്യാറാണ്. നമ്മുടെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും പ്രതിസന്ധികളിലും കർത്താവ് നമ്മെ ശക്തിപ്പെടുത്തുവാൻ തയ്യാറാണ്. നാം ദൈവത്തെ ഒന്ന് അടുപ്പിക്കുവാൻ തയ്യാറാകണം, വിളിച്ചുണർത്തണം. അവൻ നമ്മുടെ ക്ഷണിക്കപ്പെട്ട അതിഥിയാകണം. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും അവനെ വിളിച്ചു വരുത്തണം. നാം എന്ത് ചെയ്യുമ്പോൾ നേരം വെളുത്ത് എഴുന്നേൽക്കുമ്പോൾ അവനെ വിളിക്കണം. അവനോടത്ത് യാത്ര ആരംഭിക്കണം, അവനോട് ജീവിതം ആരംഭിക്കണം, അവനോടത്ത് പ്രവർത്തനങ്ങൾ ആരംഭിക്കണം. നമ്മുടെ പഠനങ്ങളായാലും കൊള്ളാം, നമ്മുടെ ഔദ്യോഗിക ജീവിതമായാലും കൊള്ളാം, നമ്മുടെ കുടുംബജീവിതമായാലും കൊള്ളാം, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും അവനോടത്ത് നടത്തുവാൻ, അവനോട് ചേർന്ന് നടത്തുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കണം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് കർത്താവിനെ വിളിച്ചു വരുത്തി കർത്താവും പരിശുദ്ധ മാതാവും ചേർന്നുള്ള ഒരു ജീവിതമാണ് നൊയമ്പ് കാലം. കർത്താവ് പോലും 40 ദിവസം രാവും പകലും ഉപവസിച്ച് പ്രാർത്ഥിച്ചു എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അവനോട് ചേർന്ന് അവനെ വിളിച്ചു വരുത്തി ഈ നൊയമ്പ് കാലം നാം ജീവിക്കുകയാണെങ്കിൽ ഏറ്റവും ഭംഗിയായി നൊയമ്പ് നോക്കുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കും. ഭക്തിയോടെ നൊയമ്പ് നോക്കുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കും. അതിൻ്റെ എല്ലാ പ്രാർത്ഥനകളും അതിൻ്റെ എല്ലാ ഉപവാസാദികളും നമുക്ക് ഭംഗിയായി നിർവഹിക്കുവാൻ നമ്മളെ കൊണ്ട് സാധിക്കും. നമുക്ക് ഒറ്റയ്ക്ക് അസാധ്യമായത് ദൈവത്തോടു കൂടി എല്ലാം സാധ്യമാണ്. മനുഷ്യനാൽ അസാധ്യം ദൈവത്താൽ എല്ലാം സാധ്യമാണെന്ന് നമുക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കണം. മൂന്നാമതായിട്ട് പരിശുദ്ധ മാതാവിൻ്റെ ഒരു ഇടപെടൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ വീട്ടിലൊരു കുറവുണ്ടാകുകയാണ്. നമ്മളെല്ലാവരും കുറവുള്ളവരാണ്. കുറവില്ലാത്ത ആരും ഈ ലോകത്തിലില്ല. വ്യത്യസ്തങ്ങളായ കുറവുകളായിരിക്കാം. ഒരുപക്ഷെ നാം 1-ാം പ്രമാണത്തിൽ കുറവുള്ളവരായിരിക്കാം. ചിലരാണെങ്കിൽ 2-ാം പ്രമാണത്തിൽ, അല്ലെങ്കിൽ 3-ാം പ്രമാണത്തിൽ, അല്ലെങ്കിൽ 5-ാം പ്രമാണത്തിൽ, 6-ാം പ്രമാണത്തിൽ, അല്ലെങ്കിൽ 8-ാം പ്രമാണം, നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രമാണങ്ങളൊക്കെ കുറവുള്ളവരായിരിക്കാം. പല വിധത്തിലുള്ള കുറവുള്ളവരായിരിക്കാം. ഈ നൊയമ്പ് കാലം കുറവുകൾ കണ്ടുപിടിക്കാനുള്ള സമയം. അമ്മ നമ്മളെ സഹായിക്കും ഈ കുറവുകൾ കണ്ടുപിടിക്കുവാനായിട്ട്. ഈ കുറവുകൾ നമ്മൾ നന്നായിട്ട് കണ്ടുപിടിച്ച് തമ്പുരാന്റെ മുമ്പിൽ സമർപ്പിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായി മധ്യസ്ഥം നമുക്ക് യാചിക്കുവാനായിട്ട് സാധിക്കും. അമ്മയെന്ന് അവരോട് പറയണേ, മോനെ, അവർക്ക് വീഞ്ഞില്ല, വലിയൊരു കുറവാണ്, വിരുന്നാണ്. വിരുന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് അവരുടെ വീഞ്ഞെന്ന് പറയുന്നത്. അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമില്ലായ്മ വരുമ്പോൾ ആ വീടിന് എന്തുമാത്രം നാണക്കേടുണ്ടാകാം, എന്തുമാത്രം അപമാനം ഉണ്ടാകാം. മനുഷ്യത്രമാത്രം പുച്ഛിക്കും, നിന്ദിക്കും. വിളിച്ചു വരുത്തിയിട്ട് വിളമ്പുവാൻ ഭക്ഷണമില്ലെങ്കിൽ എത്ര മുളച്ചമാണ്. അമ്മയെ തിരിച്ചറിഞ്ഞു. അമ്മ വളരെ അവസരോചിതമായി പ്രവർത്തിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. കർത്താവ് ഒഴിവൊഴിവ് പറയുമെങ്കിൽ പോലും പരിശുദ്ധ അമ്മ ഉപയോഗിക്കുന്ന ഒരു വാചകമുണ്ട്. അവർ പറയും, അവൻ പറയുന്നത് പോലെ ചെയ്യും. നൊയമ്പ് കാലം
അമ്മയുടെ ഉപദേശം വളരെ പ്രധാനപ്പെട്ടതാണ്. സഭ പറയുന്നത് പോലെ ചെയ്യണം, ദൈവം പറയുന്നത് പോലെ ചെയ്യണം. നമുക്കിഷ്ടമുള്ളത് ചെയ്യാനുള്ള സമയമല്ല നൊയമ്പ്. നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സമയമല്ല നൊയമ്പ്. സഭ നിഷ്കർഷിക്കും ഈ നൊയമ്പ് കാലത്ത് പ്രിയ സഹോദരങ്ങളെ, നമ്മൾ കൂടുതൽ സമയം ദൈവത്തിന് വേണ്ടി ചെലവഴിക്കണം, കൂടുതൽ സമയം പ്രാർത്ഥനയിൽ ചെലവഴിക്കണം, കൂടുതൽ സമയം നൊയമ്പ് ഉപവാസങ്ങളിൽ ചെലവഴിക്കണം, അനുതാപ പ്രവൃത്തിയിൽ ചെലവഴിക്കണം. ലോകത്തിന്റെ വഴിയിൽ നൽപ്പത് മാറി നിൽക്കണം. നമ്മളുടെ ഉപയോഗം, TV ഉപയോഗം കുറയ്ക്കണം, നമ്മുടെ മൊബൈൽ ഉപയോഗം കുറയ്ക്കണം, നമ്മുടെ ലാപ്ടോപ്പ് ഉപയോഗം കുറയ്ക്കണം, അതുപോലെയുള്ള നമ്മുടെ എല്ലാ കാര്യങ്ങളും കുറയ്ക്കണം. ജീവിതത്തിൽ മദ്യപാനമുണ്ടെങ്കിൽ, മയക്കുമരുന്നുണ്ടെങ്കിൽ, അതുപോലുള്ള കാര്യങ്ങളുണ്ട്, എല്ലാം ഇല്ലാതാക്കണം. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ അകറ്റി നിർത്തുന്ന സർവ്വതും, സാത്താന് സാന്നിധ്യം കൊടുക്കുന്ന എല്ലാം ഉപേക്ഷിക്കുവാൻ ഈ നൊയമ്പ് കാലം നമുക്ക് സാധിക്കും. കർത്താവിനോട് പരിശുദ്ധ അമ്മയോട് ചേർന്ന്, കർത്താവിനോട് ചേർന്ന്, അപ്പസ്തലന്മാരോട് ചേർന്ന് ഈ നൊയമ്പ് കാലം അവൻ പറയുന്നത് പോലെ പ്രവർത്തിച്ചാലും, കലാകാലങ്ങളിലുള്ള യാമങ്ങളിലൂടെ പ്രാർത്ഥനകൾ നടത്തുക, ഉപവാസങ്ങൾ നടത്തുക, വർജനകൾ നടത്തുക. അങ്ങനെ ഈ നൊയമ്പിനും ഏറ്റവും ശ്രേഷ്ഠമായ ഒരു രീതിയിൽ അതിനെ ക്രമപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. പരിചാരകരോട് കർത്താവ് പറയുന്നു, 4-ാമത്തെ കാര്യം, പാത്രത്തിൽ വെള്ളം കോരി വെക്കുക. ഈ പരിചാരകർ എന്താ ചെയ്തേ? ആ പാത്രങ്ങളിൽ 2 അളവ് കൊള്ളുന്ന പാത്രം ഉണ്ടായിരുന്നു. അതിന് 1/4 ഭാഗം നിറയ്ക്കാമായിരുന്നു, അരഭാഗം നിറയ്ക്കാമായിരുന്നു, 3/4 ഭാഗം നിറയ്ക്കാമായിരുന്നു. പക്ഷെ അവരെന്ത് ചെയ്തു? ഒരു വക്കോളം നിറച്ച് മുഴുവനായിട്ട്. ഈ നൊയമ്പ് കാലം കർത്താവ് പറയുന്നതിന്റെ പൂർണ്ണതയിൽ ചെയ്യുവാനുള്ള സമയമാണ്. നമ്മുടെ പാപങ്ങൾ പൂർണ്ണമായി കണ്ടുപിടിക്കാനുള്ള സമയമാണ്. നമ്മുടെ തിന്മകൾ പൂർണ്ണമായി ഒഴിവാക്കാനുള്ള സമയമാണ്. നിറവിന്റെ സമയമാണ്. ദൈവത്തിൽ നിറയുവാനുള്ള സമയം, പരിശുദ്ധാത്മാവിൽ നിറയുവാനുള്ള സമയം, കൃപാവരത്തിൽ നിറയുവാനുള്ള സമയം, നന്മകളിലും പുണ്യത്തിലും നിറയുവാനുള്ള സമയം. അതിന് യാതൊരു ലോഭവും കാണിക്കരുത്, യാതൊരു ലുബ്ധം കാണിക്കരുത്. ദൈവത്തിന്റെ കൃപയിൽ വളരുവാനുള്ള ഈ സന്ദർഭം നമ്മൾ ഉപയോഗിക്കണം പ്രിയ സഹോദരങ്ങളെ. അങ്ങനെ മാതാവിനോട് ചേർന്ന് കർത്താവിനെ വിളിച്ചു വരുത്തി അവൻ പറയുന്നത് പോലെ നമ്മൾ പ്രവർത്തിച്ചാൽ, അതുപോലെ തന്നെ പൂർണ്ണതയിൽ നാം നിവർത്തിച്ചാൽ എന്ത് സംഭവിക്കും? അതാണ് ഈ സുവിശേഷത്തിന്റെ അന്തസത്ത, അതിന്റെ പൂർണ്ണത. നിറമില്ലാത്ത, മണമില്ലാത്ത, ഗുണമില്ലാത്ത, രുചിയില്ലാത്ത, ഒന്നിനും കൊള്ളാത്ത പച്ചവെള്ളം വളരെ വീര്യമുള്ള വീഞ്ഞായിട്ട് മാറുന്ന നമുക്ക് കാണാൻ സാധിക്കും. വളരെ വീര്യമുള്ള വീഞ്ഞ്. കലവറക്കാരൻ അറിഞ്ഞാൽ അവൻ ചോദിക്കുന്നു, എല്ലാവരും നേരത്തെ ബെസ്റ്റ് വീഞ്ഞ് കൊടുക്കും, നീ ഇതുവരെയും ഇത്ര പ്രധാന നല്ല വീഞ്ഞ് സൂക്ഷിച്ചു വെച്ചിരുന്നുവല്ലോ. തമ്പുരാൻ അതിനെ, പച്ചവെള്ളത്തെ രൂപാന്തരപ്പെടുത്തി അത് വീഞ്ഞാക്കി മാറ്റിയപ്പോൾ ലോകോത്തര വീഞ്ഞായി അതിന് മാറി. അതിനോട് കിടപിടിക്കുവാൻ ഈ ലോകത്തിൽ വേറൊന്നും ഇല്ലാതായി. പ്രിയ സഹോദരങ്ങളെ, ഇതുപോലൊരു മാനസാന്തരമാണ്, ഇതുപോലൊരു പരിവർത്തനമാണ്, ഇതുപോലൊരു പുതിയ സൃഷ്ടിയാകുകയാണ് ഈ നൊയമ്പിന്റെ അവസാനത്തിൽ. 50 ദിവസത്തെ നൊയമ്പ് കഴിയുമ്പോൾ, കർത്താവിന്റെ പീഡാനുഭവത്തിലും മരണത്തിലും നാം പങ്കെടുത്തു കഴിയുമ്പോൾ, ഉദ്ധാനത്തിന്റെ വലിയ മഹത്വത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കും ഒരു പുതിയ മനുഷ്യനായി തീരുവാൻ സാധിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ ഈ ഭൗതിക, ലൗകിക, ജഡിക, പൈശാചിക ബന്ധങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഒരു ദൈവീക മഹത്വത്തോടുകൂടി ഈ നൊയമ്പിന്റെ അവസാനം കാണുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കണം. പച്ചവെള്ളത്തിൽ വന്ന ഈ രൂപാന്തരീകരണം, ഈ മാറ്റം, വിശുദ്ധീകരണം എൻ്റെ വ്യക്തി ജീവിതത്തിൽ, എൻ്റെ കുടുംബ ജീവിതത്തിൽ, എൻ്റെ സഭാജീവിതത്തിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം ഈ നൊയമ്പിന് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഞാൻ ആഹ്വാനം ചെയ്യുന്നു. നമ്മുടെ ഈ നൊയമ്പ് കാലം, ഈ 50 ദിവസം പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് നൊയമ്പ് നോക്കാം. കർത്താവിനെ വിളിച്ചു വരുത്തി നൊയമ്പ് നോക്കാം. കർത്താവ് എന്തൊക്കെ കൽപ്പിക്കുന്നു അതെല്ലാം പൂർണ്ണമായിട്ടും നിർവഹിക്കും എന്ന ബോധ്യത്തോടെ നമുക്ക് ഈ നൊയമ്പിലേക്ക് പ്രവേശിക്കുവാൻ കൃപയുണ്ടാണെന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ നമുക്കൊരു മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, ഒരു പുതിയ യുഗ സൃഷ്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു പുതിയ മനുഷ്യനാകുവാനുള്ള എല്ലാ സൗഭാഗ്യങ്ങളും സർവശക്തനായ ദൈവം നമുക്കെല്ലാവർക്കും നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.